ഇത് ദൈവമനുഷ്യ സമാഗമത്തിന്റെ ആഘോഷമാണ്. യേശുക്രിസ്തുവിൽ ദൈവമനുഷ്യ സമാഗമം അതിന്റെ പൂർണ്ണതയിൽ നിറവേറുന്നു. ദൈവവചനം ആഗ്രഹിച്ചതനുസരിച്ച് മനുഷ്യമാംസം ധരിച്ച് മനുഷ്യരുടെ ഇടയിൽ വസിച്ചു. അപ്രകാരം ദൈവം മനുഷ്യ പ്രകൃതിയിൽ പങ്കാളിയായി തീർന്നു. അവനിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ആ ദിവ്യ പ്രകൃതിയിൽ പങ്കാളികളാകുവാൻ അർഹതയും അവകാശവും ദാനമായി നൽകിയിരിക്കുന്നു. യേശുവിന്റെ ജനനം ഒരേ സമയം തന്നെ ചരിത്ര സത്യവും രഹസ്യവുമാണ്. ബെത്ലഹേമിലെ പാലിത്തൊഴുത്തിൽ ദൈവം മനുഷ്യനായി പിറവിയെടുത്തു. പ്രവചനങ്ങളുടെ പൂർത്തീകരണവും കാലങ്ങളുടെ കാത്തിരിപ്പിന്റെ സാഫല്യതയുമായിരുന്നു യേശുവിന്റെ ജനനം. എല്ലാ കാലത്തെയും എല്ലാ മനുഷ്യരുടെയും ആഗ്രഹം തങ്ങളുടെ ദുരിതങ്ങളിൽ നിന്നും പൂർണ്ണ മോചനം നേടുക എന്നതാണ്. പൂർണ്ണ വിമോചനം നൽകാനാണ് ദൈവം മനുഷ്യാവതാരം ചെയ്ത് ബെത്ലഹേമിലെ പാലിത്തൊഴുത്തിൽ പിറന്നത്. മാലാഖമാർ പാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. പ്രത്യാശയുടെ ഈ ജൂബിലി വർഷത്തെ ക്രിസ്തുമസ് ആഘോഷം ഏറെ പ്രത്യേകത നിറഞ്ഞതാണ്. അനുദിന ജീവിതത്തിന്റെ ഭാരങ്ങളിലും ക്ലേശങ്ങളിലും തകർന്നു പോവുകയും ചെയ്യുന്നവരാണ് മനുഷ്യരൊക്കെയും. ജീവിതത്തെ അലട്ടുന്ന നിരവധിയായ പ്രശ്നങ്ങൾക്ക് നടുവിൽ നമ്മൾ ആകുലരും അസ്വസ്ഥരുമാകാറുണ്ട്. എന്നാൽ നിരാശപ്പെട്ടും സങ്കടപ്പെട്ടും കഴിയേണ്ട ഒരു ജനതയല്ല നമ്മൾ. നാം പ്രത്യാശയുടെ തീർത്ഥാടകരാണ്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നമുക്കായി ഒരു രക്ഷകൻ കർത്താവായ ഈശോ ജനിച്ചിരിക്കുന്നു. തിരുപ്പിറവിയുടെ സന്തോഷം പ്രത്യാശയുടെ സന്തോഷമാണ്. അന്ധകാരത്തിന്റെ കരിനിഴൽ വീണയിടങ്ങളിൽ ആനന്ദത്തിന്റെ ഗീതം ഉയരുന്ന ദിനമാണിത്. ഇന്ന് ഒരു ദിവ്യ തേജസ് ഉദയം ചെയ്തിരിക്കുന്നു. വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഈ ദിനം നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പിതാവേ, മനുഷ്യനായി അവതരിച്ച വചനത്തിന്റെ ദിവ്യ തേജസ് നമ്മുടെ ഹൃദയങ്ങളെയും പ്രകാശിതമാക്കണമേ എന്ന് വിശ്വാസത്തിന്റെ ഈ നവ്യപ്രകാശം നമ്മുടെ പ്രവൃത്തികളെ പ്രചോദിതമാക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ ബലിക്കായി നമുക്ക് ഒരുങ്ങാം.
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും എൻ്റെ സഹോദരങ്ങളെ ഞങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കന്മാരെ, കുഞ്ഞുമക്കളെ, വലിയ സന്തോഷത്തിന്റെ ദിവസമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാ വർഷവും ഉറ്റുനോക്കുന്ന ഏറ്റവും വലിയ ഒരു തിരുനാളാണ് യേശുവിൻ്റെ ജനന തിരുനാൾ. ഇന്ന് 2025 ഈ ഡിസംബർ മാസം 24-ാം തീയതി അവസാനിക്കുമ്പോൾ നമ്മൾ യേശുവിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. നാം ഒരു മാസമായിട്ട് ഈ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയും ഒരുങ്ങുകയും ചെയ്യുകയായിരുന്നു. ഏറെ പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയിൽ നാളിതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ വളരെ സൗഹൃദവും ഒത്തൊരുക്കവും ഇണക്കവുമായി എല്ലാവരും ഒന്നു ചേർന്ന് അർപ്പിക്കുന്ന ഒരു ബലിയാണ്. നമ്മുടെ ജീവിതത്തിലെ മായ്ച്ചു കളയാൻ പറ്റാത്ത, അല്ലെങ്കിൽ എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ദിവസമായി ഇത് മാറട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ നമ്മെ തന്നെ അർപ്പിക്കുമ്പോൾ അവിടുന്ന് നൽകുന്ന ഓരോ കൃപയ്ക്കും എത്രമാത്രം നന്ദി പറഞ്ഞാലും മതി വരാത്ത രീതിയിലാണ് നമുക്ക് അവിടുന്ന് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരുന്നത്. നമ്മൾ ആഗ്രഹിക്കാത്തത് പോലും നമ്മുടെ ജീവിതത്തിലൂടെ അവിടുന്ന് നടത്തിയെടുക്കുകയാണ്. നമ്മൾ ഒരുക്കുന്ന ഓരോ പദ്ധതികൾക്കും ഉപരിയായിട്ട് ദൈവത്തിൻ്റെ അനന്തമായ പദ്ധതി നമ്മുടെ ജീവിതത്തിലൂടെ സംജാതമാവുകയാണ്. ദൈവം ആഗ്രഹിക്കുന്ന ആ സംവിധാനങ്ങളിലൂടെ നമ്മെ തന്നെ നമ്മൾ പൂർണ്ണമായും വിട്ടുകൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലം വളരെ വലുതാണെന്ന് ഓർക്കുന്നതും നല്ലതാണ്. നമ്മുടെ ജീവിതം ഒരു ചെറിയ കാലയളവിലേക്ക് മാത്രമുള്ളതാണ്. ആ കാലയളവിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ കാര്യം പരസ്പരം സ്നേഹിക്കുകയും അംഗീകരിക്കുകയും എല്ലാവരുമായിട്ട് സൗഹൃദത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ 10 മടങ്ങ് മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ക്രമീകരിക്കാൻ കഴിയും. നമ്മുടെ പള്ളിയുടെ ഒരു അത്യാവശ്യ പുനരുദ്ധാനം ഉണ്ടായി. പുതിയ കമ്മിറ്റി വന്നു, പുതിയ സംവിധാനങ്ങളായി. എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സൗവർഗ്യത്തോടുകൂടി നിൽക്കുവാനായിട്ടുള്ള ഒരിടമായിട്ട് ഈ ദേവാലയ കൂടാരം മാറിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ അനുസ്മരിക്കേണ്ട ഒരു പ്രത്യേക കാര്യം, മുതിർന്നവരായ നമ്മൾ ഓരോരുത്തരും നൽകുന്ന മാതൃക അത് പുതിയ തലമുറ ഏറ്റെടുത്ത് കഴിഞ്ഞു. പുതിയ തലമുറയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവരുടെ ജീവിതത്തിൽ ഇതെല്ലാം സ്വർണ്ണ ലിപികളിൽ എഴുതപ്പെട്ട ജനങ്ങളാണ്. ഇതൊരു യാർഡ് സ്റ്റിക്ക് അല്ലെങ്കിൽ ഒരു അളവുകോലായിട്ട് അവർ കാണുകയും ഈ അളവുകോലിൽ വെച്ചിട്ട് അതിന് മുകളിലോട്ട് ഉയരുവാനായിട്ട് അവർക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇത്തരണത്തിൽ നമ്മൾ ഒരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. നമ്മളാക്കിയ നമ്മുടെ മാതാപിതാക്കന്മാർ, മൺമറഞ്ഞു പോയ മാതാപിതാക്കന്മാരുണ്ട്. എൻ്റെ വിശ്രമം കൊള്ളുന്ന അവരെ ഓരോരുത്തരെയും ഓർമ്മിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രത്യേകിച്ച് ഉണ്ണി യേശുവിൻ്റെ സൗകര്യത്തിലേക്ക് അവരുടെ ആത്മാക്കളെ സമർപ്പിക്കാനുള്ള ഒരു ദിവസം കൂടിയാണെന്ന് ഓർക്കുക. ജീവിതത്തിൽ നമുക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും നമ്മൾ മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കന്മാരെ സ്നേഹത്തോടെ ആദരവോടുകൂടി സമർപ്പിക്കുമ്പോഴാണ് ദൈവം കൂടുതൽ നമുക്ക് അനുഗ്രഹം നൽകുന്നത്. ദൈവം മാത്രമല്ല, ദൈവത്തിനടുത്ത് നിൽക്കുന്ന അവരോടൊപ്പം നിന്നുകൊണ്ട് നമുക്കും നന്മയിലേക്ക് വളരുവാൻ സാധിക്കുന്നുള്ളത് ഒരു സത്യമാണ്. ആ സത്യത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് ഉയർത്തട്ടെ. അന്ധകാരം മൂടിയിരിക്കുന്ന ഈ ലോകത്തിൽ അതിനുപരിയായിട്ട് പ്രകാശത്തിൻ്റെ മക്കളായി വളരുവാൻ നമുക്ക് കഴിയട്ടെ.
നമുക്കറിയാം, മറ്റു പല ഭാഗങ്ങളിലും, ഭാരതത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും ഇന്ന് ക്രിസ്മസ് നിശ്ചിതമായി കൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസ് എന്നത് ഒരു പാശ്ചാത്യ സംസ്കാരമാണെന്നും ആ സംസ്കാരം ഭാരതത്തിൽ പാടില്ല എന്നുമുള്ള ഒരു അന്ത്യശാസനം നൽകുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ ആദ്യകാല നൂറ്റാണ്ടുകളിൽ, അല്ലെങ്കിൽ ക്രൈസ്തവന്റെ ആദ്യകാല നൂറ്റാണ്ടുകളിൽ അടിച്ചമർത്തപ്പെട്ട ഒരു മനുഷ്യകുലത്തിൻ്റെ പിന്തുടർച്ചക്കാരായി നമ്മൾ വർഷങ്ങൾ ഇത്രയേറെ പോയിട്ടും 2025 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ അടിമത്വത്തിൻ്റെ മുഖം പേറുന്ന വ്യക്തികളായി മാറുകയാണ്. അതിൽ നിന്നെല്ലാം നമുക്ക് മോചനം ലഭിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ പ്രവർത്തനങ്ങളും പ്രാർത്ഥനയും കൊണ്ടാണ് അതിനെ മറികടക്കേണ്ടത്. കായിക ശക്തിയോ മറ്റ് എന്തെങ്കിലും വെച്ചിട്ടോ അല്ല നമ്മൾ നമ്മുടെ ജീവിതത്തെ അളക്കേണ്ടത്. നമ്മുടെ സന്മനസ്സും സ്നേഹവും സഹകരണവും ഇതെല്ലാമാണ് അതിൻ്റെ ആകത്തുകയെന്ന് മനസ്സിലാക്കുക. അത് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇവിടെ വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ഈ സഹനം, നമ്മുടെ ഈ സ്നേഹം, നമ്മുടെ ഈ സഹവർത്തിത്വം ദൈവം കൂടുതൽ അടുത്തറിയുകയും സ്നേഹത്തോടുകൂടി നമ്മളെ സംരക്ഷിക്കുകയും നമ്മെ മാത്രമല്ല, നമ്മെപ്പോലെ യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയെയും സംരക്ഷിക്കണമേ എന്നുകൂടി പ്രാർത്ഥിച്ച് നമുക്ക് ഈ ബലി അർപ്പിക്കാം. പ്രത്യാശയുടെ ജൂബിലി ക്രിസ്മസ് ഇന്ന് ആനന്ദത്തോടെ നാം ആഘോഷിക്കുന്നു. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര രഹസ്യത്തെ നമുക്ക് വിശ്വാസത്തോടെ സ്വീകരിക്കാം. മനുഷ്യാവതാര രഹസ്യം ജീവിതത്തിലുടനീളം നാം അനുഭവിക്കേണ്ട യാഥാർത്ഥ്യമാണ്. നമ്മുടെ ജീവിതം മുഴുവനും പ്രകാശമായി തീരണം. നമ്മുടെ ജീവിതത്തിലെ ഇരുളും നിഴലും മാറ്റപ്പെടണം. ദൈവവചനം മനുഷ്യനായി നമ്മിലും അവതരിക്കണം. അന്ധകാരത്തിൽ കഴിയുന്ന ജനം മഹത്തായ പ്രകാശം കണ്ടു. കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്ന അവരുടെ മേൽ പ്രകാശമുദിച്ചു. ഇതാ, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. വിശ്വാസത്തോടും പ്രത്യാശയോടും നമുക്കായി മനുഷ്യാവതാരം ചെയ്ത് നമ്മെ പ്രകാശിപ്പിക്കുന്ന ദൈവപുത്രനെ വരവേൽക്കാം. പ്രാർത്ഥനയോടെ നമുക്ക് ഈ തെളിയിക്കാം.
നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പരിപാവനമായ ഈ രാത്രി സത്യപ്രകാശ പൂരിമയാൽ അങ്ങ് പ്രഭാപൂരമാക്കിയല്ലോ. ഭൂമി അവിടുത്തെ പ്രകാശത്തിന്റെ രഹസ്യങ്ങൾ അറിഞ്ഞ ഞങ്ങൾ സ്വർഗത്തിൽ അവിടുത്തെ സന്തോഷത്തിലും നിർമ്മതിയുടെയും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. കേട്ടുകൊള്ളണമേ. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിന്റെ ദേശത്ത് വസിഷ്ഠരുടെ മേൽ പ്രകാശം ഉദിച്ചു. അങ്ങ് ജനത്തെ വർദ്ധിപ്പിച്ചു, അവർക്ക് അത്യധികമായ ആനന്ദം നൽകി. വിളവെടുപ്പിൽ സന്തോഷിക്കുന്നവരെ പോലെയും കവച വസ്തു പങ്കുവെക്കുമ്പോൾ ആനന്ദിക്കുന്നവരെ പോലെയും അവർ അങ്ങയുടെ മുമ്പിൽ ആഹ്ലാദിക്കുന്നു. അവൻ വഹിച്ചിരുന്ന മുഖവും അവന്റെ ചുമലിന്റെ ദണ്ടും മർദ്ദന്റെ വടിയും വിധിയാൻ നാളെന്ന പോലെ അങ്ങ് തകർത്ത് കളഞ്ഞിരിക്കുന്നു. അട്ടഹാസത്തോടെ മുന്നേറുന്ന യോദ്ധാവിന്റെ ചെരുപ്പും രക്തം പുരണ്ട വസ്ത്രവും വിറക് പോലെ അഗ്നിയിൽ ധരിക്കും. എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും. വിസ്മരണീയമായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിന്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്തിലും അവന്റെ ആധിപത്യം നിസ്സീമമാണ്. അവന്റെ സമാധാനം അനന്തവും. നീതിയിലും ധർമ്മത്തിലും എന്നേക്കും അത് സ്ഥാപിച്ച് പരിപാലിക്കാൻ തന്നെ. സൈന്യങ്ങളുടെ കർത്താവിന്റെ തീക്ഷ്ണത ഇത് നിറവേറ്റും. കർത്താവിന്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. ഭൂമി മുഴുവൻ കർത്താവിനെ പാടി സ്തുതിക്കട്ടെ. കർത്താവിനെ പാടി പുകഴ്ത്തുവിൻ. അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ. അവിടുത്തെ രക്ഷയെ പ്രതിദിനം പ്രകീർത്തിക്കുവിൻ. നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ചിലരുടെയും അവിടുത്തെ മഹത്വം പ്രഘോഷിക്കുവിൻ. ജനപദങ്ങളുടെയും അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ വർണ്ണിക്കുവിൻ. നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ആകാശം ആഹ്ലാദിക്കട്ടെ, ഭൂമി ആനന്ദിക്കട്ടെ, സമുദ്രവും അതിലുള്ളവയും ആർപ്പ് പിടിക്കട്ടെ, വയലും അതിലുള്ളവയും ആഹ്ലാദിക്കട്ടെ. അവർ കർത്താവിന്റെ സന്നിധിയിൽ വനവൃക്ഷങ്ങൾ ആനന്ദഗീതം ഉതിർക്കും. നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. എന്നാൽ അവിടുന്ന് വരുന്നു, അവിടുന്ന് ഭൂമിയെ വിധിക്കാൻ വരുന്നു. അവിടുന്ന് ലോകത്തിന്റെ നീതിയോടും ജനതകളെ സത്യത്തോടും കൂടെ വിധിക്കും. നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ നിന്ന് എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിന്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. നിർമ്മലത്വവും ലൗകിക മോഹങ്ങളും ഉപേക്ഷിക്കാനും ഈ ലോകത്തിൽ സമചിത്തതയും നീതിനിഷ്ഠയും ദൈവഭക്തിയുമുള്ള ജീവിതം നയിക്കാനും അത് നമ്മെ പരിശീലിപ്പിക്കുന്നു. അതേസമയം നമ്മുടെ മഹോന്നതനായ ദൈവത്തിന്റെയും രക്ഷകനായ യേശുക്രിസ്തുവിന്റെയും മഹത്വം പ്രത്യക്ഷമാകുമ്പോൾ കൈവിടാൻ പോകുന്ന അനുഗ്രഹപൂർണമായ പ്രത്യാശയെ നാം കാത്തിരിക്കുകയും ചെയ്യുന്നു. യേശുക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നതിനും സത്പ്രവൃത്തികൾ ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ള ഒരു
ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ തന്നെ ബലിയർപ്പിച്ചു. കർത്താവിന്റെ വചനം. ഇതാ സർവ്വജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതിച്ചേർക്കപ്പെടണം എന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. ക്വിരിനോസ് സിറിയയിൽ ദേശാഭിയായി അയക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുതി നടന്നു. പേരെഴുതിക്കാനായി ഓരോരുത്തരും താന്താങ്ങളുടെ ലേഖനത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസറത്തിൽ നിന്ന് യൂദയായ ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. അവിടെയായിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയം എടുത്തു. അവൾ തന്നെ കഴിഞ്ഞ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളാക്കച്ച കൊണ്ടുപോയി പുൽത്തൊട്ടിയിൽ എത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളിൽ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായ രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്കുള്ള അടയാളം. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടി പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവത്തോട് ലഭിച്ചവർക്ക് സമാധാനം. കർത്താവിന്റെ സുവിശേഷം. ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് കയ്യിൽ നിന്നും ഒന്നും ഇടാതിരിക്കാൻ വേണ്ടി ഞാൻ എഴുതി കൊണ്ടുവന്നിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം പറയുമ്പോൾ പലപ്പോഴും പലരും ചിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷിച്ചാണ് ഈ പ്രാവശ്യം കൈകാര്യം ചെയ്യുന്നത്. ക്രിസ്മസിൻ്റെ പൊരുൾ അഥവാ ക്രിസ്മസിൻ്റെ മർമ്മം എന്നത് കേവലം ചരിത്ര വസ്തുതകൾക്കപ്പുറം ആഴമേറിയ ദൈവശാസ്ത്രപരവും ദാർശനികവുമായ തലത്തിലുള്ള ഒന്നാണ്. ക്രിസ്തുവിനെ അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കണമെങ്കിൽ നാം കാണുന്ന ഈ അലങ്കാരങ്ങൾക്കും സമ്മാനങ്ങൾക്കും അപ്പുറം അവതാരം അല്ലെങ്കിൽ ഇൻകാർണേഷൻ എന്ന ദൈവശാസ്ത്രത്തിൽ നിർമ്മിക്കുന്ന ആശയത്തിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടതുണ്ട്. ഈ നിഗൂഢമായ ക്രിസ്മസ് രഹസ്യത്തിൻ്റെ വിവിധ തലങ്ങൾ താഴെ പറയുകയാണ്. പരിമിതവും അപരിമിതവുമായ തമ്മിലുള്ള സംഗമമാണ്. ദൈവികമായ കാര്യം
എന്നും ദൂരെയുള്ളതും പൂർണ്ണവും മാറ്റമില്ലാത്തതുമാണ്. എന്നാൽ മനുഷ്യത്വം എന്നത് പിഴവുകളുള്ളതും താൽക്കാലികവുമാണെന്ന് പുരാതന ദർശനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്മസിന്റെ മർമ്മം ഈ രണ്ട് വിപരീതങ്ങൾ ഒന്നായി ചേർന്നു എന്നതാണ്. ഇത് ഒരു മനുഷ്യൻ ദൈവികമായി മാറിയ കഥയല്ല, മറിച്ച് പ്രപഞ്ച സൃഷ്ടിയായ ദൈവം ഒരു നിസ്സഹായനായ ശിശുവായി അവതരിച്ചു എന്ന അവകാശവാദമാണുള്ളത്. പരിധികളില്ലാത്തവൻ പരിമിതനാകുന്ന ഒരു സന്ദർഭവും കൂടിയാണ്. നക്ഷത്രങ്ങളെ താങ്ങി നിർത്തുന്നവൻ ഒരു അമ്മയുടെ പാലിനായി ദാഹിക്കുന്നവനായി മാറുന്ന ഒരു ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാലാതീതൻ കാലത്തിലേക്ക് പ്രവേശിക്കുന്നു. നിത്യനായവൻ അഗസ്റ്റസ് സീസറിന്റെ ഭരണകാലത്ത് ചരിത്രത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ജനിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം ഇതിനെ വിവരിക്കാൻ ഗ്രീക്ക് പദമായ ലോഗോസ് എന്നാണ് ഉപയോഗിക്കുന്നത്. ഗ്രീക്ക് ദർശനമനുസരിച്ച് ലോഗോസ് എന്നാൽ പ്രപഞ്ചത്തെ ക്രമബദ്ധമായി നിലനിർത്തുന്ന യുക്തിപരമായ ഒരു തത്വമാണ്. ക്രിസ്മസിന്റെ മർമ്മം അർത്ഥമാക്കുന്നത് ഈ അമൂർത്തമായ തത്വം വെറും ഒരു ഗണിതമായോ അകലെയുള്ള ശക്തിയായോ നിലകൊള്ളുകയല്ല ചെയ്യുന്നത്. വചനം ജഡമായി തീർന്നു അല്ലെങ്കിൽ മാംസമായി തീർന്നു എന്ന സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇതിലൂടെ പ്രപഞ്ചം നിയന്ത്രിക്കപ്പെടുന്നത് വെറും തണുത്ത സമവാക്യങ്ങളിലൂടെയല്ല, മറിച്ച് നമുക്കറിയാനും സ്പർശിക്കാനും കേൾക്കാനും കഴിയുന്ന ഒരു വ്യക്തിയിലാണ് എന്ന്, അത് യേശുവിലാണ് എന്ന് ഒഴിവാക്കപ്പെടുന്നു. ഒരു രാജാവ് തൻ്റെ രാജ്യത്തേക്ക് വരികയാണെങ്കിൽ നാം ഒരു കൊട്ടാരമാണ് സാധാരണ പ്രതീക്ഷിക്കുക. എന്നാൽ ക്രിസ്മസിന്റെ മർമ്മം ലൗകികമായ അധികാരങ്ങളെ പൂർണ്ണമായും അട്ടിമറിക്കുന്ന ഒന്നാണ്. പശ്ചാത്തലം ഇതാണ്. ഒരു ഉൾനാടൻ പട്ടണത്തിലെ കാലിത്തൊഴുത്തിലെ പുൽത്തോട്ടം. സാക്ഷികളാരൊക്കെയാണ്? സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഇടയന്മാരും വിദേശികളായ ജ്ഞാനികൾ. സന്ദേശം എന്താണ്? ദാരിദ്ര്യവും ബലഹീനതയും തിരഞ്ഞെടുക്കുന്നതിലൂടെ ദൈവം കാണപ്പെടുന്നത് ലൗകികമായ പദവികളിലല്ല, മറിച്ച് മനുഷ്യാനുഭവങ്ങളുടെ ഏറ്റവും വലിയ ഇടങ്ങളിലാണെന്ന് ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ഇത് മഹത്വം എന്നതിൻ്റെ അർത്ഥം തന്നെ മാറ്റിമറിക്കുകയാണ്. ദാർശനികമായി പറഞ്ഞാൽ മനുഷ്യനും ദൈവവും തമ്മിലുള്ള വലിയ വിടവിനെയാണ് ഈ മർമ്മം അഭിസംബോധന ചെയ്യുന്നത്. ഒരു ദൈവമുണ്ടെങ്കിൽ മനുഷ്യർക്ക് എങ്ങനെ ആ ദൈവവുമായി ബന്ധപ്പെടാൻ കഴിയും എന്നാണ് ഓർമ്മിപ്പിക്കുക. യേശു ഈ രണ്ട് ലോകങ്ങൾക്കിടയിലുള്ള ഒരു പാലമായി മാറുന്നുണ്ട്. ക്രിസ്തു നൽകുന്ന ഉത്തരം മനുഷ്യനായി തീരുന്നതിലൂടെ വേദന, സന്തോഷം, വിശപ്പ്, സ്നേഹം എന്നീ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ദൈവം സംസാരിക്കുന്നു. മനുഷ്യപ്രകൃതി മോശമോ പാപമോ മാത്രമല്ല, മറിച്ച് ദൈവം പോലും ധരിക്കാൻ ആഗ്രഹിക്കുന്ന ഉന്നതമായ ഒന്നാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ദൈവിക ഗുണം ക്രിസ്മസിലെ മാനുഷിക യാഥാർത്ഥ്യങ്ങളുടെ സർവശക്തി, ഒംനിപൊട്ടൻസ് എന്ന് പറയുന്ന ബലഹീനത, കരയുന്ന കുഞ്ഞ് സർവജ്ഞാനം, ഒംനിഷ്യൻസ് അറിവിൽ വളരുന്ന ബാലൻ, സർവവ്യാപി, പരിമിതത്വം എന്നീ പ്രത്യേക സ്ഥലത്തേക്ക് ജനനനിത്യ മരണത്തിന് വിധേയനാകാൻ ജനിച്ചവരുടെ എന്തുകൊണ്ട് ഈ ഒരു മർമ്മമായി തുടരുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ദൈവപരമായ അർത്ഥത്തിൽ ഒരു മർമ്മം എന്നത് ഷെർലക് ഹോംസ് കഥകളിലെ പോലെ പരിഹരിക്കപ്പെടേണ്ട ഒരു കുഴപ്പമല്ല, മറിച്ച് അനുഭവിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. 2000 വർഷങ്ങൾക്ക് ശേഷവും ഇതിൻ്റെ പ്രസക്തി ഇന്നും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ഇത്രമാത്രം അടിച്ചമർത്തലുകൾ ലോകമെമ്പാടും ക്രൈസ്തവർക്ക് നേരെ വരുന്നത്. ക്രൈസ്തവ വിശ്വാസത്തെ ഒരിക്കലും അടിച്ചമർത്താൻ സാധിക്കില്ല എന്ന് ജനങ്ങൾക്ക് അറിയാമെങ്കിൽ പോലും വീണ്ടും വീണ്ടും അവർ ആവർത്തിച്ച് പരിശ്രമിക്കുകയാണ്. നമ്മളെ നഷ്ടധൈര്യരാക്കി, നമ്മളെ നിഷ്ക്രിയരാക്കി മാറ്റുവാനായിട്ട് ശ്രമിക്കുമ്പോഴും ഓരോ അടിയിൽ നിന്നും 1000 പേര് ഉയർന്നു വരുന്നത് പോലെയാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്ന് നോക്കുക. ഇത് സത്യമാണെങ്കിൽ ഓരോ മനുഷ്യ ജീവനും അനന്തമായ മൂല്യമുണ്ട്. കാരണം ദൈവം മനുഷ്യരൂപം ധരിച്ചതാണ്. ഇത് സത്യമാണെങ്കിൽ ദൈവം ദൂരെയുള്ള ഒരു കാഴ്ചക്കാരനല്ല, മറിച്ച് മനുഷ്യന്റെ വേദനകളിൽ പങ്കുചേരുന്നവനാണ്.
ഇത് സത്യമാണെങ്കിൽ പ്രത്യാശകൾ വെറുമൊരു തോന്നലല്ല, മറിച്ച് ചരിത്രത്തിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയാണ്. ചുരുക്കത്തിൽ ക്രിസ്മസിന്റെ മർമ്മം എന്നത് ഒരു പുൽത്തൊട്ടിയിലെ കുഞ്ഞിനെ പറ്റി മാത്രമല്ല, അത് ആകാശങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മോടൊപ്പം വസിക്കാൻ തുടങ്ങിയ ഒരു പ്രപഞ്ച മാറ്റത്തെക്കുറിച്ചാണ്. പ്രിയമുള്ളവരെ, നാം ഉപസംഹാരത്തിലേക്ക് കടക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക. ക്രിസ്മസ് എന്നത് കാലത്തിൻ്റെ തിരശ്ശീലയിൽ ഒരു തവണ മാത്രം തെളിഞ്ഞു മാഞ്ഞ മിന്നൽപ്പെടാറില്ല. അത് വിരാമമില്ലാത്ത ഒരു പ്രവാഹമാണ്. നാം ഈ മർമ്മത്തെക്കുറിച്ച് ഇത്രയേറെ സംസാരിച്ചത് അത് കേവലം ഒരു ചരിത്രമാണെന്ന് വിശ്വസിക്കാനല്ല, മറിച്ച് അത് അവസ്ഥയാണ്, സജീവമായ അവസ്ഥയാണ്, സജീവമായ വിശ്വാസമാണ്, എന്ന് നിലനിൽക്കുന്നതാണെന്ന് തിരിച്ചറിയാനായിട്ടാണ്. നമ്മുടെ ആത്മാവ് ഒരു പുൽത്തൊട്ടിയാണ്. അവിടെ അനുദിനം സ്നേഹം ജനിക്കേണ്ടതുണ്ട്. ആധുനിക ലോകത്തിൻ്റെ കോലാഹലങ്ങൾക്കിടയിൽ, നോട്ടിഫിക്കേഷനുകളുടെ ബഹളത്തിനിടയിൽ നാം നഷ്ടപ്പെടുത്തിയ ആ നിശബ്ദതയിലേക്ക് ഒന്ന് നോക്കൂ. അവിടെയാണ് യഥാർത്ഥ മർമ്മം ഒളിഞ്ഞിരിക്കുന്നത്. ദൈവം ആകാശത്തിൻ്റെ സിംഹാസനം ഉപേക്ഷിച്ച് മണ്ണിലേക്ക് വന്നത് നമ്മെ മണ്ണിൽ നിന്നും വിണ്ണിലേക്ക് ഉയർത്താനല്ല, മറിച്ച് മണ്ണിൽ എങ്ങനെ വിശുദ്ധിയോടെ ജീവിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കാനായിട്ടാണ്. നാം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ദൈവത്തെ കണ്ടെത്തുക എന്നുള്ളതല്ല, മറിച്ച് നമ്മിലെ മനുഷ്യനെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. സഹോദര സ്നേഹം, അയൽവക്കക്കാരുമായിട്ടുള്ള സഹവർത്തിത്വം, ഇതെല്ലാം മറന്നു പോയിട്ട് മനുഷ്യൻ്റെ സത്ത നഷ്ടപ്പെട്ട ഒരു ജീവിതശൈലിയിലേക്ക് പോകുന്ന ജീവിതങ്ങളാണ് നമ്മുടെ ഓരോരുത്തരെയും. ദൈവം മനുഷ്യനായി തീർന്ന നിമിഷം മുതൽ മനുഷ്യത്വം എന്നത് ദൈവത്തെ സ്പർശിക്കാനുള്ള എളുപ്പ വഴിയായി മാറി. നീ ഒരു പാവപ്പെട്ടവൻ്റെ കണ്ണുനീർ തുടയ്ക്കുമ്പോൾ, നീ ഒരു അനാഥനെ ചേർത്ത് പിടിക്കുമ്പോൾ, നീ നിന്റെ ശത്രുവിനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുമ്പോൾ അവിടെ ക്രിസ്മസ് പുനർജനിക്കുന്നു. ആ പുൽത്തൊട്ടിയിലെ വൈക്കോൽ മെത്തേക്കാൾ മൃദുവായ ഒന്നായി നിന്റെ ഹൃദയം മാറുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. നക്ഷത്രങ്ങൾ വഴിമാറിയേക്കാം, യുഗങ്ങൾ കടന്നുപോയേക്കാം, സാമ്രാജ്യങ്ങൾ മണ്ണടിഞ്ഞേക്കാം, എന്നാൽ സ്നേഹം നമ്മോടൊപ്പം വസിക്കുന്നു എന്ന ഈ മർമ്മത്തിന് മരണമില്ല. ഇത് യുക്തി കൊണ്ട് അളക്കേണ്ട ഒന്നല്ല, മറിച്ച് അനുഭവം കൊണ്ട് നാം ഒരിക്കലും മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. ഡിജിറ്റൽ ലോകത്തെ തിരക്കുകളിൽ നിന്നും അല്പനേരം മാറി നിന്ന് നമ്മുടെ ഉള്ളിലെ ആ നിഗൂഢമായ കാലത്തൊഴുത്തിലേക്ക്, നാം അറിയാതെ നമ്മുടെ ഉള്ളിൽ ഓരോ കാലത്തൊഴുത്തുണ്ട്. യേശുവിനെ സ്വീകരിക്കാനായിട്ട് നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന ആ കാലത്തൊഴുത്ത് നീ ഒന്ന് നോക്കുക. അവിടെ പ്രത്യാശയുടെ ഒരു നക്ഷത്രം എന്നും വിളങ്ങി നിൽക്കുന്നുണ്ട്. അതെന്നും ഉദിച്ചു നിൽക്കുകയാണ്. ആ പ്രകാശത്തിലേക്ക് നടന്നെടുക്കുവാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഈ ക്രിസ്മസ് നമുക്ക് വെറും ഒരു ആഘോഷമാകരുത്, അത് നമ്മുടെ ഉള്ളിലെ ഇരുട്ടിനെ മാറ്റുന്ന വെളിച്ചമാകട്ടെ. ലോകം മുഴുവൻ മരവിച്ചു നിൽക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ ഒരു വസന്തം വിരിയട്ടെ. ആകാശത്തിലെ മാലാഖമാർ പാടിയ പാട്ട് നമ്മുടെ ഓരോ പ്രവൃത്തിയിലൂടെയും ഭൂമിയിൽ മാറ്റിക്കൊള്ളട്ടെ. അനന്തതയുടെ ആ പുഞ്ചിരി നമ്മുടെ മുഖത്തും എന്നും തിളങ്ങട്ടെ. സ്നേഹത്തിൻ്റെ മഹത്വം എൻ്റെ ജീവിതത്തിലും എന്നും ഒരു വഴികാട്ടിയായിരിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ണിയേശുവിൻ്റെ സജീവ സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്യട്ടെ. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവും ജീവദാതാവും പിതാവും പുറപ്പെടുന്നു.
നന്മയും മനുഷ്യപ്രകൃതിയിൽ പ്രത്യക്ഷമായ ഇന്ന് ഈ രാത്രിയിൽ നമ്മുടെ സത്പ്രവൃത്തികളല്ല, മറിച്ച് അവിടുത്തെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ദൈവത്തിന് യാചനാ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. തിരുമുത്തരയുടെ സന്തോഷത്തിൽ തിരുസഭയെയും സഭാപാലകരായ പരിശുദ്ധ പിതാവ് ലേയോ പാപ്പയെയും ഞങ്ങളുടെ ഡിപ്പതാധ്യക്ഷൻ പോൾ പിതാവിനെയും വികാരി ജോസ് റിബേറച്ചനെയും സന്യസ്തരെയും അങ്ങേ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപകളും ദാനങ്ങളും അവർക്ക് നൽകണമേ. പ്രത്യാശയുടെ തിരുവരലേക്ക് സഭാമക്കളെ നയിക്കാനുള്ള കൃപ അവർക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുകുമാരന്റെ മനുഷ്യാവതാര രഹസ്യം ആഘോഷിക്കുന്ന ഞങ്ങളുടെ ഈ ഇടവക സമൂഹത്തെയും ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങേ സമാധാനവും സന്തോഷവും ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും എപ്പോഴും നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനും അങ്ങയുടെ സമാധാനം നൽകി അനുഗ്രഹിക്കണമേ. യുദ്ധങ്ങളിൽ നിന്നും കലാപങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും സംരക്ഷണം നൽകണമേ. സമാധാന രാജാവായി അങ്ങേ ഹൃദയത്തിൽ സ്വീകരിക്കാനുള്ള കൃപ ലോകം മുഴുവനും നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യപ്രകാശത്താൽ യുവജനങ്ങളെയും കുട്ടികളെയും അങ്ങ് നിറയ്ക്കണമേ. പാപാന്റെ കരത്തിൽ വീഴാതെയും ഈ ലോകത്തിലെ പ്രലോഭനങ്ങളിലും തിന്മകളിലും അകപ്പെടാതെയും ജീവിക്കാൻ അവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരണം മൂലം അങ്ങേ സന്നിധിയിലേക്ക് വിളിക്കപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, ഉപകാരങ്ങൾ എന്നിവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിർമ്മല ഉദരത്തിലും ദൈവവും മനുഷ്യനുമായവനെ സംവദിക്കുവാൻ ആദ്യയായ കന്യകാമറിയും അങ്ങേ വിശ്വാസികളുടെ പ്രാർത്ഥനകൾ അങ്ങേ മുമ്പാകെ സമർപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ.
കാണപ്പെടുവാൻ അനുഗ്രഹിക്കണം. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നതാണ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുവേണമേ. നിങ്ങളോടുകൂടെ നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. സർവേശ പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥ യോഗ്യതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ഈ സമ്പൂജ്യമായ രഹസ്യത്തിൽ നിന്റെ തിരുനാളിൽ അവിടുന്ന് തൻ്റെ ദിവ്യപ്രകൃതിയിൽ അദൃശ്യനാണെങ്കിലും ഞങ്ങളുടെ മനുഷ്യപ്രകൃതിയിൽ ദൃശ്യരൂപത്തിൽ പ്രത്യക്ഷനായി. കാലങ്ങൾക്ക് മുമ്പേ ജാതനാണെങ്കിലും കാലാതീതമായി തുടങ്ങി. അങ്ങനെ ചിത്രീകരിക്കപ്പെട്ടതെല്ലാം തന്നിൽ ശേഖരിച്ചുകൊണ്ട് സകലതും സമഗ്രമായി സമർപ്പിക്കുകയും പടിതെറ്റിയ മനുഷ്യരെ സ്വർഗീയ രാജ്യത്തിലേക്ക് തിരികെ വിളിക്കുകയും ചെയ്തു. ആകയാൽ ഞങ്ങളും ആഹ്ലാദപൂർവ്വമായ ആഘോഷത്തോടെ പ്രകീർത്തിച്ചുകൊണ്ട് എല്ലാ മാതാക്കന്മാരോടുമൊത്ത് അംഗീകരിക്കപ്പെടുന്നു. പ്രകൃതി ദൃശ്യരൂപത്തിൽ പ്രത്യക്ഷനായി. കാലങ്ങൾക്ക് മുമ്പേ ജാതനാണെങ്കിലും കാലാതീതമായി തുടങ്ങി. അങ്ങനെ ചിത്രീകരിക്കപ്പെട്ടതെല്ലാം തന്നിൽ ശേഖരിച്ചുകൊണ്ട് സകലതും സമഗ്രമായി സമർപ്പിക്കുകയും പടിതെറ്റിയ മനുഷ്യരെ സ്വർഗീയ രാജ്യത്തിലേക്ക് തിരികെ വിളിക്കുകയും ചെയ്തു. ആകയാൽ ഞങ്ങളും ആഹ്ലാദപൂർവ്വമായ ആഘോഷത്തോടെ പ്രകീർത്തിച്ചുകൊണ്ട് എല്ലാ മാലാഖമാരോടുമൊത്ത് അംഗീകരിക്കപ്പെടുന്നു. സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായ പരിശുദ്ധനാകുന്നു. ആകയാൽ നീ ആത്മാവാൽ മലിനം തോന്നി കാണികൾ പവിത്രമാക്കുന്നത് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാനപ്പെടുകയും ക്രിസ്തുനാഥൻ കെട്ടിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് ഹൃദയത്തിന് പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് ചെയ്തു. എല്ലാവരും
ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേ ഹൃദയങ്ങൾ പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുണ്ടാകുക ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നു. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാത്ത തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലുമായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പ്രിയ ലിയോമാർ പാപ്പയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ പോളനിമിത്രാനെയും വൈദിക ഗണത്തോടൊത്ത് സഭയെ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊക്കെ നിത്യജീവനിൽ പങ്കുചേരുക ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് സ്നേഹത്തോടും പ്രത്യാശയോടും കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ എന്താ
എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നതിന് അപ്പോസ്തലന്മാരുടെ ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നീട് ഈ സഭയിലെ വിശ്വാസം ദൃഢന്മാർക്ക് അങ്ങേറ്റങ്ങളുമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുകയെന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരസ്പരം സമാധാനം ആശംസിക്കാം.
അവിടുത്തെ മനുഷ്യാവതാരം വഴി ഭൂമിയും സ്വർഗവും ചേർത്ത് നൽകിയ ദൈവം നിങ്ങളെ തന്റെ സമാധാനത്തിന്റെയും സന്മനസ്സിന്റെയും ദാനത്താൽ നൽകുകയും സ്വർഗീയ സഭയുടെ അംഗങ്ങളാക്കുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിന്റെ ആശംസകൾ നേരുന്നു. അന്ധകാരമെല്ലാം നീക്കുകയും അവിടുത്തെ മഹത്വപൂർണ്ണമായ തിരുപ്പിറവിയുടെ ഏറ്റവും പരിശുദ്ധമായ ഈ രാത്രി പ്രകാശമാനമാക്കുകയും ചെയ്ത അനന്തതയുടെ ദൈവം നിങ്ങളിൽ നിന്ന് പാപാന്ധകാരം അകറ്റി പുണ്യദീപ്തിയാൽ നിങ്ങളുടെ ഹൃദയങ്ങൾ പ്രഭാപൂരിതമാക്കട്ടെ. അവിടുത്തെ രക്ഷാകരമായ പിറവിയുടെ മഹത്തായ സന്തോഷം ദൈവദൂതൻ വഴി ആട്ടിടയന്മാരെ അറിയിക്കുവാൻ തിരുവുള്ളമായ ദൈവം അവിടുത്തെ ആഹ്ലാദത്താൽ നിങ്ങളുടെ മനസ്സുകൾ നിറയ്ക്കുകയും നിങ്ങളെ അവിടുത്തെ സുവിശേഷ ദൂതരാകുകയും ചെയ്യുമാറാകട്ടെ. അവിടുത്തെ മനുഷ്യാവതാരം വഴി ഭൂമിയും സ്വർഗവും ചേർത്ത് നൽകിയ ദൈവം നിങ്ങളെ തന്റെ സമാധാനത്തിന്റെയും സന്മനസ്സിന്റെയും ദാനത്താൽ നിറയ്ക്കുകയും സ്വർഗീയ സഭയുടെ അംഗങ്ങളാക്കുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിന്റെ ആശംസകൾ നേരുന്നു.